അപ്പോൾ എനിക്ക് ഓൾറെഡി ഒരു റോളക്സ് വാച്ച് ഉണ്ട്. അപ്പോൾ ഞാൻ റോളക്സ് വാച്ച് മേടിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ കുറേ ഇങ്ങനെ വെയിറ്റ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഓരോ കടയെ വിളിച്ച് അവരോട് പറയാം, ഓക്കെ എനിക്ക് ഈ ഒരു വാച്ച് ഇൻട്രസ്റ്റ് ഉണ്ട്. ആൻഡ് 2021 ഞാൻ അങ്ങനെ ഒരു വാച്ച് ഇൻട്രസ്റ്റ് കാണിച്ചായിരുന്നു. കാണിച്ചല്ല, രജിസ്റ്റർ ചെയ്തായിരുന്നു, വെയിറ്റ് ലിസ്റ്റിൽ ജോയിൻ ചെയ്തായിരുന്നു. അപ്പോൾ അവരിന്ന് ഞാൻ വീട് ക്ലീൻ ആക്കാൻ നേരത്ത് എന്നെ വിളിച്ച് പറഞ്ഞു, ആ വാച്ച് റെഡിയാണ്, ഇഫ് യു വാണ്ട് ഇറ്റ് യു ക്യാൻ ഗോ ബൈ ഇറ്റ്. അപ്പോൾ ഞങ്ങളിപ്പോൾ വീട് മേടിച്ചതേ ഉള്ളൂ. ആൻഡ് എനിക്ക് ഓൾറെഡി റോളക്സ് ഉണ്ട്. അപ്പോൾ എന്തുവാ ചെയ്യേണ്ടതെന്നൊരു കൺഫ്യൂഷൻ. ഇവളോട് സംസാരിച്ചിട്ട് ഇഷ്ടമുള്ള ഇതുള്ളതാണ് പറയുന്നത്. ഒരു കുറ്റബോധം പോലത്തെ ഫീലിംഗ്, ഇസ് ടു മച്ച്, ആ ഒരു ഫീലിംഗ്. സോ എനിവേ, ഇഫ് വി were to spend that money and it's a good amount of money, that will take us back ഒരു 2-3 മാസം. ബേസിക്കലി ഈ വീട് പേ ഓഫ് ചെയ്യാനുള്ള ആ ഒരു ഗോളിൽ നിന്ന് 2-3 മാസം ഞങ്ങളെ അങ്ങനെ അകറ്റി നിർത്തും. അതുകൊണ്ട് തന്നെ ഞാൻ ഓർത്തു നമുക്കൊരു കോയിൻ ഫ്ലിപ്പ് ചെയ്യാം. കോയിൻ ഫ്ലിപ്പ് ചെയ്ത് എന്താണ് അതിൽ വരുന്നത് അതായിരിക്കും നമ്മുടെ തീരുമാനം. ഓക്കെ, നിങ്ങൾ കോയിൻ ഫ്ലിപ്പ് ചെയ്യാറിയാ? ഞാൻ എന്തിനാ നിങ്ങളുടെ കൈയൊക്കെ നല്ല വേർതിരിക്കുക. നെർവസ് ആയതുകൊണ്ടാണ്. നീ വിളിച്ചോ? നീ വിളിച്ചോ? എന്താ പറയണേ? ഞാൻ കാണുന്നില്ല എങ്ങനെ ഇത് ഇരിക്കുന്നതെന്ന്. ഫ്ലിപ്പ് ചെയ്യും, ഒരു തവണ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഹെഡ്സ് ആണെങ്കിൽ എന്തോ വേണം? നീ ചെല്ലാൻ തീരുമാനിച്ചോ? എനിക്കറിയത്തില്ല. നമ്മൾ രണ്ടും തീരുമാനിക്കാം. ഹെഡ്സ് ആണെങ്കിൽ മേടിക്കാം, ടൈൽസ് ആണെങ്കിൽ മേടിക്കണ്ട. ഓക്കെ, സോ വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ ഞാൻ 30 വയസ്സ് തികയാൻ പോവാണ്. കിട്ടുവാണെങ്കിൽ would be like a milestone, right? Ready? ടൈൽസ് അല്ലേ? അപ്പൊ ഈ വീഡിയോ ക്യാൻസൽ ചെയ്തേക്കാം. ഈവൻ ദോ കോയിൻ ഫ്ലിപ്പ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള വന്നില്ലെങ്കിൽ തന്നെ നമുക്ക് ഒരു സാധനത്തിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കറിയാം, അയ്യോ അത് അങ്ങനെ കോയിൻ ഫ്ലിപ്പ് ചെയ്തത് നമ്മുടെ രീതിയിൽ അത് വന്നില്ലെങ്കിൽ നമ്മൾ ഓർക്കും, ഓ ഇതും പറഞ്ഞാൽ അത് കിട്ടിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, അല്ലെ ഹെഡ്സ് തന്നെ വീണാൽ നല്ലതായിരുന്നു ഓർക്കും. മീനിങ് ലൈക്ക് നമുക്ക് ആ വാച്ച് വേണമെന്നുള്ള രീതിയിൽ. അങ്ങനെ സംഭവം മേടിച്ചു. എന്തൊക്കെയായിരുന്നു കോയിൻ ടോസ്. കണ്ണടച്ചോ. എനിക്ക് 30 വയസ്സായില്ലേ. ഞാൻ ഓർത്ത് 30 വയസ്സായപ്പോ എന്തെങ്കിലും മേടിക്കാം. ഞാൻ ഇപ്പൊ എനിക്കൊരു പേഴ്സൺ മേടിച്ചു. പുതിയ റോളക്സ് എനിക്ക്. അത് മണ്ടക്കോട്ട് വെച്ചാൽ എനിക്ക് 30 വയസ്സാണ്. അവനെന്താണ് ഞാൻ മേടിച്ചു കൊടുക്കുന്നത്? ഓ അടിപൊളി. രൂപയാണ് പ്രശ്നം. കട്ട് ചെയ്ത് മറ്റേതും ഉണ്ട്. ഇതല്ല, എനിക്ക് മറ്റേനേക്കാളും കാണാൻ കൊള്ളാം. മറ്റേനേക്കാളും കാണാൻ എനിക്കൊന്നും മറ്റേനെ കൊടുത്തിട്ട് സെയിം പ്രൈസ് ആയി. ഞാൻ സോ ഇതാണ് നമ്മുടെ പുതിയ റോളക്സിൻ വരുന്ന കവറ്. 3-4 വർഷം മുമ്പ് ഞാൻ ഈ റോളക്സ് മേടിച്ചപ്പം ഒരു വൈറ്റ് കളർ ബോക്സ് ആയിരുന്നു കിട്ടി. ഇത്തവണ ഒരു ഗ്രീൻ ബോക്സ് ആണ് കിട്ടിയത്. കാണാൻ രസമുണ്ട് ഈ ബോക്സ്. അൺബോക്സ് ചെയ്ത് നോക്കാം. നമുക്ക് ഈ ബോക്സ് സ്ലൈഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ഇങ്ങനെ ഇവിടെ നിൽക്കാൻ ഒരു വേവ് പോലത്തെ ഒരു ഡിസൈൻ. എനിവേ നമ്മൾ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പം ഇതാണ് എൻ്റെ പുതിയ റോളക്സ് സബ്മറൈനർ നോ ഡേറ്റ്. അപ്പോൾ ഇത് ഞാൻ ഏകദേശം 5 വർഷമോളം വെയിറ്റ് ലിസ്റ്റ് കിട്ടി കഴിഞ്ഞിട്ടാണ് എനിക്ക് ഈ വാച്ച് കിട്ടിയത്. മിക്കവാറും ഉള്ളവർക്ക് റോളക്സ് എന്ന് പറയുമ്പോൾ ആദ്യം ഓർക്കുന്ന ഈ ഒരു ലുക്ക് തന്നെ ആയിരിക്കുമല്ലോ. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് ചെയിൻ മാറ്റിയതിൻ്റെ ചെയിനുകളുടെ കുറച്ചിട്ടുണ്ട്. പിന്നെ റോളക്സിൻ്റെ ഒരു ചെറിയ ടാഗ് പോലത്തെ ഇവരുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമ്മളിതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ വാറണ്ടി കാർഡാണ്. 5 വർഷമോളം നമുക്ക് എന്തിന് പ്രശ്നം ഉണ്ടെങ്കിലും റോളക്സ് ഫ്രീ ആയിട്ട് അത് ഫിക്സ് ചെയ്ത് തരും. അതുപോലെ തന്നെ ഒരു ചെറിയ ബുക്ക്ലെറ്റിംഗ് കിട്ടും, സബ്മറൈനർ ഡേറ്റ് എന്ന് പറയുന്നത്. കുറച്ച് നേരം നമ്മൾ വെളിയിൽ പോയി കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ നോക്കുമ്പം കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു കളറ് ഇവിടെ വന്നത്. ഇത് കുറച്ച് സമയം വെളിയിൽ ചെയ്യുന്നുള്ളൂ. ഡയറക്റ്റ് സൺലൈറ്റ് കുറേ നേരം ഇരിക്കുവാണെങ്കിൽ നല്ല ഷൈൻ ആയിരിക്കും. എൻ്റെ ഈ വാച്ചിനും ആ ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ക്ലാസ്പ് ഉണ്ട്. അതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് പിന്നെ ഇവിടെ ഒരു ചെറിയ മെക്കാനിസം ഉണ്ട്, നമുക്കിങ്ങനെ പുൾപ്പാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അങ്ങനെ ഇത് ഓപ്പൺ ചെയ്ത് ഇതിനടുത്തുള്ള സാധനം മാറ്റി കയ്യിലോട്ട് ഇട്ട് നോക്കാം.
കുഴപ്പമില്ല, ഇങ്ങനെ ഇരിക്കും അവളുടെ കയ്യിൽ. നേരിട്ട് കണ്ടപ്പോൾ ഇവൾക്കും ഇഷ്ടപ്പെട്ടു, എനിക്ക് നേരിട്ട് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഒരു ക്ലാസിക് പ്ലെയിൻ ലുക്കാണ്. അപ്പോൾ എല്ലാ തുണികളുടെ കൂടെ നമുക്കിത് ചേരും. എൻ്റെ 30ാം വയസ്സിലെ ബർത്ത്ഡേക്ക് വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് മേടിച്ചതാണ്. അതപ്പം ഇത് ഡെഫിനറ്റായിട്ട് ഞാൻ ഇങ്ങനെ ഇടാൻ പോകുന്നത് ബർത്ത്ഡേ കഴിഞ്ഞിട്ടായിരിക്കും. ഡെഫിനറ്റായിട്ട് ഒരു നല്ല മെമ്മറിയാണ്, ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു മെമ്മറി, എക്സ്പെൻസീവ് മെമ്മറി. മാഡം, എന്താണെന്ന് പരിപാടി? അമ്മയിലേക്ക് പുതിയ റോളക്സ് മേടിക്കാൻ പോവാണ്. ചുമ്മാ പറഞ്ഞ ഉള്ള റോളക്സ് റീസൈസ് ചെയ്യാൻ വേണ്ടി പോവാ. പുതിയ വാച്ച് കാണട്ടെ. അയ്യോടാ, ഓക്കേ, ഇഷ്ടപ്പെട്ടോ? ഇതാണ് എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ടു യു.